നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ നടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിലെ വിക്കറ്റ് വീഴ്ച തുടരുകയാണ്. ആദ്യ ദിവസം 14 വിക്കറ്റ് വീണ മത്സരം രണ്ടാം ദിവസമായ ഇന്നലെ 10 വിക്കറ്റുകളാണ് വീണത്. ഏതായാലും കളി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യം ഇന്നലെ 4 വിക്കറ്റ് പോയിരുന്നല്ലോ വെസ്റ്റ് ഇൻഡീസിൻ്റെ. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ലീഡ് നേടി. ആദ്യ ഇന്നിങ്സിൽ ലീഡ് നേടി എന്ന് പറയുമ്പോൾ ഒരു വമ്പൻ ലീഡല്ല, 10 റൺസിൻ്റെ ലീഡ് പിടിച്ചു. രണ്ടാം ഇന്നിങ്സിലും ഇപ്പോൾ ഓസീസിൻ്റെ വിക്കറ്റുകൾ അവർ പിഴുതുകൊണ്ടിരിക്കുകയാണ്. 92 റൺസാണ് രണ്ടാം ഇന്നിങ്സിൽ ഓസീസ് ഇപ്പോൾ ഇന്നലെ സ്റ്റംസിനെ സമയത്തെടുത്ത് അവരുടെ 4 വിക്കറ്റ് പോയിട്ടുണ്ട്. ഏതായാലും കളിയിലെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് വന്നാൽ, ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ആദ്യ ദിവസം 180 ഓൾ ഔട്ട് ആയിരുന്നല്ലോ. ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ട് ആകുമ്പോൾ 190 റൺസാണ് അവർ അടിച്ചിരുന്നത്. ആദ്യ ദിവസം തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ 4 വിക്കറ്റുകൾ പോയിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ ഇന്നിങ്സിൽ ഹോപ്പും ചേസുമാണ് അവർക്ക് ഈ ഒരു ലീഡിലേക്ക് പോകാനുള്ള സഹായം ചെയ്തത്. ഹോപ്പ് 48 റൺസ് അടിച്ചപ്പോൾ ചേസ് 44 റൺസാണ് അടിച്ചത്. അവരുടെ ഇന്നിങ്സ് മൊത്തം നോക്കുകയാണെങ്കിൽ ഓപ്പണർമാർ പ്രധാനപ്പെട്ട സംഭാവന നൽകിയില്ല. ബ്രൈത്വൈറ്റ് 4, ക്യാമ്പൽ 7 അങ്ങനെ മടങ്ങി. കാർട്ടി 20 റൺസ്, കിങ് 26, പിന്നെ വെഴിക്കൻ ഡെക്കായിട്ട് പോവുകയുണ്ടായി. അദ്ദേഹം ഇന്നലെ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, മിനിയാന്ന്, അതായത് ആദ്യ ദിവസം. അതിനുശേഷം ചേസ് 44 റൺസ്, ഹോപ്പ് 48 റൺസ്. ആ ഒരു സംഭാവനയാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ക്രീവ്സ് 4 റൺസുമായിട്ട് മടങ്ങി. അതേസമയം അൽസാരി ജോസഫിൻ്റെ വക 23 റൺസിൻ്റെ സംഭാവന. ഷാമർ ജോസഫ് 8 റൺസാണ് അടിച്ചത്. മറ്റൊരു ബൗളറായിട്ടുള്ള സെയിൽസ് 2 റൺസാണ് എടുത്തത്. അങ്ങനെ അവരുടെ ഇന്നിങ്സ് 190 അവസാനിച്ചു. 10 റൺസിൻ്റെ ലീഡ്. സ്റ്റാർക്ക് 3 വിക്കറ്റ് എടുത്തു. ഹേസൽവുഡും കമിൻസും 2 വീതം വിക്കറ്റുകൾ. ലിയോണിന് 1 വിക്കറ്റ്, വെബ്സർക്ക് 2 വിക്കറ്റ്. ഇങ്ങനെയാണ് ഓസീസിൻ്റെ ബൗളർമാരുടെ പ്രകടനം. അങ്ങനെ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സ് ഒരിക്കൽ കൂടി കോൺസ്റ്റാസ് പരാജയപ്പെട്ടു. ആദ്യ ഇന്നിങ്സിൽ കോൺസ്റ്റാസ് എടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്ന 3 റൺസാണ്. രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന 5 റൺസ്. ഒസ്മാൻ ഖോജ ആദ്യ ഇന്നിങ്സിൽ മോശമില്ലാത്ത പ്രകടനം നടത്തിയ ഓപ്പണർ. രണ്ടാം ഇന്നിങ്സിൽ 15 റൺസ് അടിച്ചത്. കാമറൺ ഗ്രീന് 15 റൺസ്, ഇംഗ്ലീഷ് 12 റൺസ്. ഇങ്ങനെ ഈ 4 ബാറ്റർമാർ മടങ്ങിക്കഴിഞ്ഞു. ഹെഡ് 13 റൺസുമായിട്ടും വെബ്സ്റ്റർ 19 റൺസുമായിട്ടുമാണ് ഇന്നലെ സ്റ്റംസിൻ്റെ സമയത്ത് ക്രീസിലുള്ളത്. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി സെയിൽസും അതുപോലെ ഷാമർ ജോസഫും അൽസാരി ജോസഫും ഗ്രീവ്സും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. ഇപ്പോൾ 92-4 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. അവർ രണ്ടാം ഇന്നിങ്സിൽ 82 റൺസിൻ്റെ ലീഡാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നത്. കാരണം ഇന്നത്തെ ആദ്യ സെഷൻ വളരെ ക്രൂഷ്യലാണ്. ഓസ്ട്രേലിയയെ വലിയൊരു സ്കോറിലേക്ക് പോകാതെ വീഴ്ത്താൻ കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന് തീർച്ചയായിട്ടും ഈ ടെസ്റ്റിൽ ഒരു വിജയ സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.